കോഴിക്കോട് പുതുപ്പാടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് മാതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. മണൽവയൽ സ്വദേശി റമീസാണ് മാതാവ് റസിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റ റസിയ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗൾഫിൽ വിസിറ്റിംഗ് വിസയിൽ ജോലിക്കായി പോയ റമീസിന് അവിടെ കാര്യമായ ജോലി ലഭിക്കാത്തതിനാൽ നാട്ടിലേക്ക് തിരിച്ചു വരികയും കയ്യിൽ പണം ഇല്ലാത്തതിനാൽ സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ സ്വർണമെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് മാതാവും സഹോദരിയും അടിവാരം പോലീസ് ഔട്ട്പോസ്റ്റിൽ വിവരമറിയിക്കുകയും ഈങ്ങാംപുഴയിൽ വിൽക്കാൻ കൊണ്ടുപോയ സ്വർണം പോലീസ് തിരിച്ചു വാങ്ങിയെടുക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതികാരമായി വീട്ടിലെത്തി 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. തുടർന്ന് വീട്ടിലെ ഫാൻ നശിപ്പിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മാതാവിനെ കുത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 21-കാരൻ മാതാവിനെ ആക്രമിച്ചത്. റമീസിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച റമീസിനെ ചോദ്യം ചെയ്ത് വരികയാണ്. റമീസ് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന ആളാണെന്നും മുൻപ് 2 തവണ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നതായാണ് വിവരം. 24 കോഴിക്കോട്. തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല. തിരുനെൽവേലിയിൽ ദളിത് യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ട കെവിനെ പെൺസുഹൃത്തിന്റെ കുടുംബം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ചെന്നൈയിലുള്ള IT സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്നു കെവിൻ. KTC നഗറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന തന്റെ സ്കൂൾ സഹപാഠിയുമായി കെവിൻ പ്രണയത്തിലായിരുന്നു. കെവിനുമായുള്ള വിവാഹത്തിന് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഞായറാഴ്ച പെൺസുഹൃത്തിനെ കാണാൻ ആശുപത്രി പരിസരത്തെത്തിയ കെവിനെ പെൺകുട്ടിയുടെ സഹോദരൻ സുർജിത്ത് സംസാരിക്കാനെന്ന വ്യാജേനെ പിടിച്ചുകൊണ്ടുപോയി. സംസാരത്തിനിടയിൽ കെവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും സുർജിത്ത് ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പാളയം കോട്ടൈ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പോലീസ് കെവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുനെൽവേലിയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകം പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ദുരഭിമാനം കൊണ്ടാണെന്ന് കെവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. സഹോദരൻ സുർജിത്തിനെതിരെ മാത്രമല്ല തമിഴ്നാട് പോലീസിൽ സേവനമനുഷ്ഠിക്കുന്ന മാതാപിതാക്കൾക്കെതിരെയും കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.